അസ്സലാമു വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് തായ്ലൻഡുകാരുടെ പ്രിയപ്പെട്ട ഡിഷായ മാംഗോ സ്റ്റിക്കി റൈസ് റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പം നമ്മൾ മലയാളീസിന്റെ പ്രിയപ്പെട്ട ഡിഷായി മാറിയോ എന്ന് സംശയം ഇല്ലാതില്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ഒരുപാട് പേര് കഴിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ നല്ല ടേസ്റ്റിയും ഈസിയായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് ആണ്. പക്ഷെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ സ്പെഷ്യലായ റൈസ് വേണം ഉപയോഗിക്കാൻ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലൂട്ടനസ് റൈസ് ആണ്, അല്ലെങ്കിൽ സ്വീറ്റ് റൈസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആമസോൺ ഇന്ത്യയിലും ആമസോൺ ദുബൈയിലും അവൈലബിൾ ആണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നാട്ടില് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ റൈസ് വേണം പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഉപയോഗിക്കേണ്ടത്. ഇത് ഞാൻ നോർമൽ റൈസ് കൊണ്ട് ട്രൈ ആക്കിയിരുന്നു, പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും റൈസ് കിട്ടാനില്ലെങ്കിൽ പച്ചരിയോ കൈമ റൈസോ പൊന്നി റൈസോ വെച്ചിട്ട് ഉണ്ടാക്കാം. വേറെ നിവർത്തിയൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. പിന്നെ ഈ റൈസ് കുക്ക് ചെയ്യുന്നതും പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ അല്ല, വെള്ളത്തിലോട്ട് അരിയിട്ടിട്ടല്ല കുക്കാക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ നോർമലായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറുക്കായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിക്ക് വേണം കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ. അപ്പോഴാണ് റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന കൺസിസ്റ്റൻസിയും ടേസ്റ്റും വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് സ്റ്റിക്കി റൈസ് ആണ്. ഇത് നന്നായി വാഷ് ചെയ്യണം. ഒരു 4-5 പ്രാവശ്യം അതിന്റെ വൈറ്റ് കളർ മാറുന്നത് വരെ വാഷ് ചെയ്യാം. അതിനുശേഷം വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 6 ഹവേഴ്സ് മിനിമം വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നന്നായി ഒന്നുകൂടെ വാഷ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ച 1 ഗ്ലാസ് അരിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ താഴത്തെ തട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓണാക്കി കൊടുത്ത് സ്റ്റീം ആവാൻ വേണ്ടി വെക്കാം. ഇനി റൈസ് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു തുണിയിൽ വേണം ഇതിടാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബാംബൂ സ്റ്റീമർ ഉണ്ടെങ്കിൽ ബാംബൂ സ്റ്റീമറിൽ വെച്ചിട്ടും റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഒരു ഉപയോഗിക്കാതെ തോർത്തോ ടവലോ എടുക്കാം. എന്നിട്ട് അതൊന്ന് നനച്ചു കൊടുത്തിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ സ്റ്റീമായി വരുമ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതൊരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് 25 മിനിറ്റ് ആണ് ആവേണ്ടത്. കൂടുതൽ സോക്കാക്കി വെച്ചാൽ നമുക്ക് വേഗം കുക്കായി കിട്ടും. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചത് കൊണ്ട് 25 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള കോക്കനട്ട് മിൽക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആണ് കേട്ടോ. ഇതിപ്പോ ഒരു 14 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ച് അതിനുശേഷം പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡാക്കി കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് കൂടാൻ പാടില്ല, എന്നാൽ ഉപ്പ് വേണം. എന്നാലേ ആ ബാലൻസ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഷുഗർ മെൽറ്റ് ആകുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ആക്കി കൊടുക്കാൻ.
ഇനി ഞാൻ ഇതിലേക്ക് പാണ്ടാൻ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ സ്ക്രൂ പൈൻ അമേരിലിഫോലിയസ് എന്നൊക്കെ പറയും. ഇതിനെ മലയാളത്തിൽ ബിരിയാണി ഇല റംബ എന്നൊക്കെ പറയും. ഇത് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആണ് കേട്ടോ. ഇത് നമ്മളെ നാട്ടില് ലോക്കൽ ഗ്രോസറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവിടെ മലേഷ്യൻസ് മിക്ക ഐറ്റംസിലും ഇത് ഇടാറുണ്ട്. ഇത് വെച്ചിട്ട് ഇവിടുത്തെ മലേഷ്യൻസ് കേക്ക് ഐറ്റംസ് വരെ ഉണ്ടാക്കാറുണ്ട്. ഇത് കിട്ടുമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. ടേസ്റ്റിനും സ്മെല്ലിനും വേണ്ടി ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ലീഫ് ഇടുന്നില്ലെങ്കിൽ ഷുഗർ ഒന്ന് മെൽട്ട് ആയാലും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ലീഫ് ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ലീഫ് ഇടുന്നില്ലെങ്കിൽ തിളപ്പിക്കേണ്ട, ഷുഗർ മെൽട്ട് ആയാൽ ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോക്കനട്ട് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് റെഡിയായോ ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ വേണം റൈസ് കിട്ടാനായിട്ട്. നല്ലോണം വെന്തിടയാൻ പാടില്ല കേട്ടോ. ഇനി ഈ മിൽക്കിലേക്ക് കുക്കാക്കി വെച്ച റൈസ് ഇട്ട് മിക്സാക്കി അടച്ചു വെക്കാം. റൈസ് ശരിക്കും കഴുകാൻ ശ്രദ്ധിക്കണം. ആദ്യം ആ വൈറ്റ് കളറ് പോകുന്നവരെ വാഷാക്കി സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നീട് മോർണിംഗ് എടുക്കുന്ന ടൈം വീണ്ടും വാഷാക്കണം. പിന്നെ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഈ റൈസിന് സ്റ്റിക്നെസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. ഈ ഒരു പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുക്കാക്കി വെച്ച റൈസ് ചൂടോടെ തന്നെ പഞ്ചസാരയും ഉപ്പിട്ട് മിക്സാക്കി വെച്ച കോക്കനട്ട് മിൽക്കിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലൂസ് പോലെ തോന്നും, പക്ഷെ കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും ഈ ചോറ് കംപ്ലീറ്റ് എല്ലാം വലിച്ചെടുത്തോളും. ഇനി ഇതൊരു 2-3 മിനിറ്റ് കുക്കാക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് കോക്കനട്ട് ക്രീം ഉണ്ടാക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കി റൈസിന് മുകളിൽ കൂടെ ഒഴിക്കാനാണ്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14 ടേബിൾ സ്പൂൺ തേങ്ങയിലോട്ടേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരന്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. പഞ്ചസാര മെൽട്ടായി വരട്ടെ. ആ ടൈം കൊണ്ട് 1 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. അരിപ്പൊടി ഇല്ലേല് കോൺഫ്ലവർ ഇട്ടാലും മതി. 1 ടീസ്പൂൺ അരിപ്പൊടി ഈ വെള്ളത്തിൽ നന്നായി മിക്സ് ആക്കിയിട്ട് തേങ്ങാപ്പാലിൽ ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കാം. ചെറുതായിട്ട് തിക്കായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാണ് കേട്ടോ കോക്കനട്ട് സോസ്. ഇത് നമ്മൾ സ്റ്റിക്കി റൈസിന്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് തിളക്കുന്ന ടൈം കണ്ടിന്യൂസ് ആയി മിക്സ് ആക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോവും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇത് തണുക്കട്ടെ. ആ ടൈം കൊണ്ട് മാങ്ങ റെഡിയാക്കാം. മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ റൈസ് എന്ന് പറഞ്ഞാല് സ്വീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ വീണ്ടും മധുരമുള്ള മാങ്ങ എടുക്കാം. ചെറിയ പുളി വരുന്ന മാങ്ങ എടുത്ത സെറ്റ് ടേസ്റ്റ് ആണ്. ഇത് റൈസ് റെഡിയായി. കോക്കനട്ട് മിൽക്ക് ഒക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റീം ആക്കണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്കാക്കാം. അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ പെർഫെക്ഷനും ടേസ്റ്റും കിട്ടൂല. അതാണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റീം മെത്തേഡ് തന്നെ കാണിച്ചു തന്നത്. ഇനി നമുക്കിത് സെർവ് ആക്കാം. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ എടുത്ത് സെറ്റാക്കി കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഏത് പ്ലേറ്റിലാണോ സെർവ് ആക്കുന്നത് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ മാംഗോസ് ഒക്കെ ഇട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഈ കോക്കനട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ മൂങ് ബീൻസ് ഫ്രൈ ആക്കി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിവിടെ ഭംഗിക്ക് വേണ്ടി ബ്ലാക്ക് കളർ എള്ളാണ് ഇട്ട് കൊടുത്തത്. ഇത് ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ അല്ലാ, എന്ത് ടേസ്റ്റാണ്. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നത്. ആ മധുരവും പുളിയും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് തായ് ഡെസേർട്ട് ആണിത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്ക്. ഇതിപ്പോ നമ്മുടെ നാട്ടില് പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. Thank you.